റബീഉൽ അവ്വൽ വരുമ്പോൾ ആഘോഷിക്കണോ വേണ്ടേന്ന് ആരും സംവാദം നടത്തേണ്ട ആവശ്യമില്ല, തർക്കം നടത്തേണ്ട ആവശ്യമില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ, നീ ആഘോഷിച്ചോ. ആ സന്തോഷം മഹബ്ബത്ത് കൊണ്ട് യാന്ത്രികമായി വരുന്ന സന്തോഷമാണ്. ഉമ്മാനെ സ്നേഹിച്ചത് നിയമം മൂലം പഠിച്ചത് കൊണ്ടല്ല, ഉപ്പാനെ സ്നേഹിക്കുന്നത് നിയമപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല. എന്നാൽ ഉമ്മയെയും ഉപ്പയെയും കാൾ സ്നേഹിക്കേണ്ട ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്നത് ഒരു മുഅ്മിനിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷമാണ്. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി. ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്, ഹൃദയമുള്ളവരുടെ ആഘോഷത്തിന്റെ മാസമാണ്. മദീനയോട് ചേർന്ന് ഹൃദയമുള്ളവരെ, റബീഉൽ അവ്വൽ വരുമ്പോ ആരും പറയാതെ ഉള്ളിൽ വെളിച്ചം വരും, ആരും പറയാതെ ഉള്ളിൽ ആഘോഷം വരും, ആരും പറയാതെ നബി കീർത്തനത്തിന് ഹൃദയം ഒരുങ്ങും, വീടൊരുങ്ങും. അപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആഘോഷമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണിത്. അല്ലാതെ നിയമം കൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യമല്ല. ഇതൊരു മഹബ്ബത്തിന്റെ പ്രകാശനമാണ്, അനുരാഗത്തിന്റെ അടയാളമാണ്. മഹബ്ബത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഉള്ളിൽ നിറച്ച ആളുകൾക്ക് യാന്ത്രികമായി വരുന്ന ആഘോഷമാണ് നബിദിനാഘോഷം, റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾ. ഇതാ 1500 മീലാദെന്ന് കേട്ടപ്പോഴേക്ക് നാടും നഗരവും വീടും മുഴുവനും സന്തോഷം കൊണ്ട് നിറയുകയാണ്. കാരണം ഉലകത്തിന്റെ ഉടയവൻ, ഉലകത്തിന് കരുണയായി വെച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിന്റെ 1.5 സഹസ്രാബ്ദം പൂർത്തിയാവുകയാണ്. ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കൂടി ഒരു കാര്യം കൂടി പറയാം. മീലാദാഘോഷത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ആഘോഷം എന്ന പേരിൽ നടക്കാൻ പാടില്ല. ആഭാസങ്ങൾ എന്തോ നടത്തിയിട്ട് ഇത് നബിദിനാഘോഷമാണെന്ന് പറയരുത്. ഇതാണോ പ്രവാചക സ്നേഹമെന്ന് ആക്ഷേപിക്കാനുള്ള ഇട നൽകരുത്. റോഡ് പണി നടന്ന നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ റാലി വെക്കുന്നതിന് പകരം നല്ല റാഹത്തായി വിളംബരത്തിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രൗഢമായ വിധത്തിൽ ആഘോഷിക്കണം. ഇപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അസാധാരണമായ ട്രാഫിക് ജാമുകളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയല്ല നമ്മൾ റാലിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. സുഗമമായി നമുക്ക് റാലി നടത്താൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഅ്ലാൻ ചെയ്ത് ലോകത്തോട് പറയാൻ പറ്റുന്ന ഇടങ്ങളായി ഈ റബീഇന്റെ ഓരോ സമയത്തും സായാഹ്നങ്ങളും പ്രഭാതങ്ങളും മാറണം. നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്യണം, സ്ഥാപനങ്ങളിൽ മൗലിദ് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ലോകത്തോട് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനു മുമ്പ് നമ്മൾ അറിയണം നമ്മുടെ നേതാവ് ആരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു പരാമർശമുണ്ട്, ഒരു ഹദീസിന്റെ ആശയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല ഉമറേ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോടാണ് ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അവരോടാണ് വലിയ സ്നേഹമുണ്ടാവുക. നമ്മൾ ആരൊക്കെ എന്നേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ഉപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട് സ്വന്തത്തേക്കാൾ സ്നേഹമുണ്ടെന്ന് പറയുന്നവർ അഭിപ്രായം മാറിയാൽ പിന്നെ അവർക്കെതിരായി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരോട് വലിയ ഇഷ്ടമുള്ളവരാണ്. പ്രകൃതിപരമായ ഒരു വസ്തുതയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, ഓ ഉമറേ, നിങ്ങളുടെ മഹബ്ബത്ത് ശരിയായ ലെവലിൽ എത്തിയിട്ടില്ല. ഇവിടെ ഒരു ചോദ്യം മുതഅല്ലിമുകൾ ചോദിക്കും, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ മനുഷ്യരും ഓരോ വിശ്വാസിയും അവരെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത്? അതിന്റെ താല്പര്യം എന്താണ്? നമുക്ക് പറയാം. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്നേക്കാൾ വലിയ മഹബ്ബത്ത് തങ്ങളോടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഇത് പറയുമ്പോൾ മുതഅല്ലിമുകൾ ചോദിക്കും, അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് മഹബ്ബത്ത് കൂടിപ്പോയോ, മാറിപ്പോയോ? അതൊരു സൗന്ദര്യത്തിന് പറഞ്ഞതായിരിക്കില്ലേ? അല്ല. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത്? ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും ചിലപ്പോൾ വാപ്പയും മകനും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായത്തിലാവാം. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഉമ്മയും മകനും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായത്തിലാവാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും എന്റെ താല്പര്യവും രണ്ടു ദിശയിലാവാൻ പാടില്ല. എന്റെ താല്പര്യത്തെക്കാൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായവും താല്പര്യവും പരിഗണിക്കപ്പെടണം. അപ്പോഴേ ഒരാളുടെ ഈമാനാവുകയുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങൾ ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അവന്റെ വികാരവും അവന്റെ താല്പര്യവും ഞാൻ കൊണ്ടുവന്ന നയത്തോട് യോജിച്ചു വരണം. അപ്പോഴേ ഒരാളുടെ ഈമാനാവുകയുള്ളൂ. വാപ്പയുടെ നയത്തോട് മകന്റെ നയം മാറിയെന്നു വരാം. ഉമ്മയുടെ നയത്തോട് മകന്റെ നയം മാറിയെന്നു വരാം. ഭാര്യയുടെ നയത്തോട് ഭർത്താവിന്റെ നയം മാറിയെന്നു വരാം. തിരിച്ചും വരാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായത്തോടോ നയത്തോടോ ഒരിക്കലും നമ്മൾ മാറി മറ്റൊരു നയത്തിലേക്ക് വരാൻ പാടില്ല. അപ്പോഴേ ഒരാൾ ശരിയായ മുഅ്മിനാവുകയുള്ളൂ.
അതുകൊണ്ട് അയാളെക്കാൾ ഞാൻ എന്നേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുകയും ഇഷ്ടം വെക്കുകയും ചെയ്താൽ എന്റെ നയനിലപാടുകൾക്കല്ല പ്രസക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയങ്ങൾക്കായിരിക്കും. അത് ഈമാനിന്റെ അടിത്തറയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തത്തേക്കാൾ സ്നേഹിക്കണം എന്ന് പറയുന്നത്. അപ്പോഴേ ശരിയായ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. എന്റെ നിലപാടുകളെക്കാൾ വലുത്, എന്റെ നിലപാടിന് പ്രസക്തിയില്ല, എന്റെ തീരുമാനങ്ങൾക്ക് പ്രസക്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറി എനിക്കൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഞാൻ മുഅ്മിനാവുകയുള്ളൂ, യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ നയം യോജിച്ചു വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചാൽ പോരാ, സ്നേഹിക്കണം. അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? സ്നേഹിക്കുമ്പോഴാണ് നയങ്ങളെ മധുരതരമായി സ്വീകരിക്കാനാവുകയുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. കാരണം എന്താണ്? നമ്മളോടൊരു നിയമം കൽപ്പിച്ചാൽ അതനുസരിക്കാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അതേ സമയത്ത് ഇഷ്ടമുള്ളവർ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് വളരെ താല്പര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കും. അതിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താണ്? നമ്മൾ ഒരു ദിവസം രാവിലെ നാസ്ത കഴിച്ചില്ല. ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ പലരോടും പറയും, ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല, ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയും കൂടി കഴിഞ്ഞാൽ കുറെ അധികം ആളുകളോട് പറയും, അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു വിഷമം ഉണ്ടാകും, ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല എന്ന്. അതേ സമയത്ത് റമദാൻ മാസത്തിൽ നമ്മൾ നാസ്ത കഴിക്കുന്നില്ല, ആരോടും നമ്മൾ പറയണില്ല ഇന്ന് നാസ്ത കഴിച്ചില്ല എന്ന്, ഇന്ന് ലഞ്ച് കഴിച്ചില്ല എന്ന് ആരോടും പറയുന്നില്ല. നല്ല വിശപ്പുണ്ട്, പക്ഷേ ആ വിശപ്പിന് പരാതിയില്ല. കാരണം ഈ വിശപ്പ് ഇഷ്ടത്തോടെ ഞാൻ സ്വീകരിച്ച വിശപ്പാണ്. അതുകൊണ്ട് ഈ വിശപ്പിൽ ആരോടും പരാതിയില്ല. കാരണം ഞാൻ സെലക്ട് ചെയ്ത്, ഞാൻ സ്വീകരിച്ച്, ഞാൻ ഇഷ്ടത്തോടുകൂടി എടുത്ത വിശപ്പാണിത്. ഇതിൽ എനിക്കാരോടും പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. അതേ സമയത്ത് അങ്ങനെ ഒരു നിയ്യത്തില്ലാത്ത ദിവസം, നാസ്ത കഴിഞ്ഞില്ല, ലഞ്ച് കഴിഞ്ഞില്ല, എന്നാൽ നമ്മൾ ഇഷ്ടമില്ലാതെ എടുത്ത ഒരു വിശപ്പാണ്, അതിൽ പരിഭവം തീരുന്നില്ല, പരാതി തീരുന്നില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചാൽ തങ്ങൾ പറയുന്നത് പ്രത്യക്ഷത്തിൽ എത്ര വിഷമമുള്ള കാര്യമായാലും യാതൊരു പരാതിയും ഇല്ല, യാതൊരു പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. ഇഷ്ടമുള്ള ഒരാള് കഠിനമായ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഭാരമില്ല. അതേ സമയത്ത് പോലീസുകാരൻ വണ്ടി അങ്ങോട്ടൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞാൽ വലിയ കാഠിന്യമുള്ള പണിയൊന്നും അല്ലെങ്കിലും നിയമത്തെ അംഗീകരിക്കാൻ മനുഷ്യന്മാർക്ക് കുറച്ചൊരു പ്രയാസ, ആജ്ഞകളെ അനുസരിക്കാൻ പ്രയാസമാണ്. അതേ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, താല്പര്യത്തോടെ ആകുമ്പോൾ നമ്മളെ അത് സ്വാധീനിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി വഴിയിലെത്തിയപ്പോൾ നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അപകടം പറ്റി നമ്മുടെ കാഴ്ചയിൽ കണ്ടു. മാനുഷികമായി ഒരു വിഷമമുണ്ടാകും. ആംബുലൻസ് വന്ന് കൊണ്ടുപോയി, നമ്മൾ മറന്നു, കഴിഞ്ഞു. നമുക്കത്രയുള്ള കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൂടി വന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് പറയും. അത്രേ കഴിഞ്ഞുള്ളൂ, നമ്മളെ ബാധിക്കുന്നില്ല. അതേ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു, 85 വയസ്സുള്ള വല്യമ്മ അവിടെ വാഷ്റൂമിൽ വഴുതി വീണു, കാലിന് ചെറിയ പരിക്കുണ്ട്. അത് നമ്മളെ സ്വാധീനിച്ചു.
ഡോക്ടറെ വിളിക്കലായി, വണ്ടി വിളിക്കലായി, പിന്നാലെ വിളിച്ചുകൊണ്ടേയിരിക്കും. എവിടെ എത്തി, എന്തായി, എക്സ്റേ കഴിഞ്ഞോ, ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അതെന്റെ വല്യമ്മയാണ് എന്ന ബന്ധമാണ്. അതുകൊണ്ട് എന്റേത് എന്ന ഒരു മഹബത്ത് കൊണ്ട് ആ പ്രായമുള്ള ഉമ്മയുടെ ആരോഗ്യാവസ്ഥയും തുടർ ചികിത്സയും നമ്മൾ അന്വേഷിക്കുകയാണ്. പ്രകൃതിപരമായി പറഞ്ഞാൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായ സുന്ദരിയായ യുവതിയുടെ പരിക്ക് പൊതുവെ നോക്കിയാൽ അത് ഗൗരവതരമാണ്. വയോധികയായ ഉമ്മയുടെ ആ ഒരു പരിക്ക് അത്ര ഗുരുതരമല്ല. പക്ഷേ എന്റെ വല്യമ്മയാണ് വീണത് എന്ന് വരുമ്പോൾ അതെന്നെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിലേക്ക് വരേണ്ടത് നബി റസൂലി, എന്റെ ഹബീബാണ്, എന്റെ നബിയാണ്, എന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എന്ന് വരുമ്പോൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കോരോരുത്തർക്കും നമ്മളെക്കാൾ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് പരിക്ക് പറ്റിയതിൽ എനിക്ക് പരിഭവമില്ല. മഹാന്മാരായ സ്വഹാബത്ത് കൂടെ ജീവിച്ച് ലോക ചരിത്രത്തിലെ അത്ഭുതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ജീവന്റെ അവസാന നിമിഷം പടക്കുകയാണ്. കൂട്ടുകാര് ചെന്നിട്ട് ചോദിച്ചു, ഓ സഅദേ, വല്ലതും പറയാനുണ്ടോ സഅദേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ജീവിതം ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. മരണത്തോട് മല്ലടിക്കുകയാണ്. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എനിക്കെന്റെ ആത്മാവിനേക്കാൾ വലുതെന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് ശരിയായ അർത്ഥത്തിൽ സ്വാധീനിക്കപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ജാൻ ദേ ദോ വഅദേ ദീദാർ പർ ലുത്ഫ് ഉൻകാ ആം ഹോ ഹി जाएगा, साइलो दामन सखी का धाम लो, कुछ न कुछ इनाम हो ही जाएगा. എനിക്കെന്നേക്കാൾ വലുത് എന്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ ഒരു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇമയനങ്ങുന്ന ജീവൻ ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുപോവല്ലേ. നിങ്ങളുടെ ജീവന്റെ അവസാന നിമിഷം വരെ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണേ എന്ന് സഅദ് ബിൻ മുആദ് തങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത് സ്വന്തത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചപ്പോഴാണ്. നമ്മൾ റബീഉൽ അവ്വൽ കൊണ്ട് നേടിയെടുക്കേണ്ടത് അതാണ്. നമ്മുടെ മക്കളിൽ ഉണ്ടാവേണ്ടത് അതാണ്. നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാവേണ്ടത് അതാണ്. നമ്മുടെ എല്ലാവരിലും ഉണ്ടാവേണ്ടത് നമ്മളെക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടതാരാണ്? നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു മൗലായ
للخلق كلهم. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ ഉൾക്കൊള്ളണം. അല്ലാഹു തആല നമ്മളെ ഈ ലോകത്തേക്ക് പടച്ചതു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാനും അനുസരിക്കാനും അനുകരിക്കാനും അതേ മാർഗത്തിൽ നിന്ന് തെറ്റാതെ മരിച്ചു പോകാനുമാണ്. വേറെ ഒരു ലക്ഷ്യവും ഈ ജീവിതത്തിനില്ല. ഒന്നുകൂടി ഞാൻ പറയാം, അല്ലാഹു തആല നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിച്ചു മരിക്കണം. അത് മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൽ ലക്ഷ്യമുള്ളൂ. കാരണം നമ്മളൊക്കെ സാധാരണ ദുആർക്കും ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടെ മരിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അംഗീകരിച്ച് അതേ മാർഗത്തിൽ ജീവിച്ചു മരിക്കുക എന്നതാണ്. അങ്ങനെയുള്ള നേതാവിന്റെ ജന്മമാസം വരുമ്പോൾ ആഘോഷിക്കാൻ ആരും പറയേണ്ടതില്ല. നമ്മുടെ എല്ലാ ആഘോഷങ്ങളെക്കാളും വലുതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഘോഷിക്കുന്നത്. ഈ വരുന്ന റബീഉൽ അവ്വൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നാടുകളിൽ അവിടുത്തെ പ്രകീർത്തനം നിരന്തരമായി ഉണ്ടാവണം. മഹാന്മാരായ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ലീഡർ മാത്രമായിരുന്നില്ല, ഒരു ലീഡർ മാത്രമായിരുന്നില്ല, ഒരു നേതാവിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച ആളുടെ അനുയായി എന്ന അർത്ഥത്തിലല്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ബിരുദമാണ് ലോകത്തെ ഏറ്റവും വലിയ ബിരുദം. ആ ബിരുദത്തിന്റെ പേര് സുഹ്ബത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം രാപ്പകലും ഓരോ നിമിഷവും സഹവസിച്ചു. സഹവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് പൂർത്തിയാക്കിയവരല്ല, ഒരു സിലബസ് പഠിച്ചവരല്ല, ഒരു സിദ്ധാന്തം അംഗീകരിച്ചവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഇരിപ്പും നടപ്പും ചലനവും ഓരോ നിശ്ചലനവും നിരന്തരമായി നിരീക്ഷിച്ച് സ്നേഹപൂർവം അതോട് ചേർന്നു നിന്നവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു ലീഡർ അല്ല, അവരുടെ എല്ലാമാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കപ്പുറം ഒരു ലോകമില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് ഒരു ചിന്തയില്ല. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുനാ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലി യാ റബീഅ, ഓ റബീഅത്തെ, നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ. പാതിരാത്രിയുടെ പഴുതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലി യാ റബീഅ, ഓ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് സ്വർഗം വേണമെന്നല്ല, സഅലൽ ജിവാറ ഖബ്ല അദ്ദാർ. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ചോദിച്ചത്
റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഒരു വീട് വേണമെന്നാണ്. കാരണം അവർക്ക് ഏറ്റവും മുന്നിൽ സ്വർഗത്തിലെ വീടിനേക്കാൾ വലുത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. യഥാർത്ഥത്തിൽ മഹാനരായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായി എന്ന നിലയിൽ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ എന്നാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാം പ്രയോഗിച്ച പ്രയോഗത്തെക്കാൾ ഏറ്റവും ഉത്തമമായ പ്രയോഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച പ്രയോഗമാണെന്ന് ഇമാം ഖാദിൽ ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവിടെ അല്ലാഹുവിനെയാണ് ആദ്യം പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ലാ തഹ്സൻ, വേദനിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ്. അവിടെ ആദ്യം മഈ എന്ന പ്രയോഗമാണ് നടത്തിയത്. അതിനേക്കാൾ വലിയ വിസ്വാലിന്റെ പ്രയോഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി. അതുപോലെ ഒരു പ്രയോഗമാണ് ആസിയ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിനോട് പറഞ്ഞു റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് നിന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് നിന്റെ അടുത്തൊരു വീട് വേണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് തങ്ങളുടെ മുറാഫഖത്ത് വേണം. സ്വർഗം വേണം എന്നല്ല പറഞ്ഞത്. നമ്മളാണെങ്കിൽ ചിലപ്പോൾ സ്വർഗം വേണമെന്നായിരിക്കും പറയാ. സൽ, ചോദിച്ചോളൂ, ഏറ്റവും നല്ല ഗോൾഡൻ ചാൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കും സ്വർഗം വേണം. എന്നാൽ റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് സ്വർഗമല്ല, ആദ്യം ചോദിച്ചത് മുറാഫഖത്താണ്. പിന്നെയാണ് സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അവഗൈറ ദാലിക യാ റബീഅ, നിങ്ങൾ ചോദിച്ചത് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യമാണല്ലോ, അതിനപ്പുറത്തിനി ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് ചോദിക്കട്ടെ, വേറൊന്നും ചോദിക്കാനില്ലേ? ഏറ്റവും ടോപ്പായ സമ്മാനം ചോദിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു അവഗൈറ ദാലിക യാ റബീഅ, നിങ്ങൾ ചോദിച്ചത് ഏറ്റവും ടോപ്പായ കാര്യമാണ്. കാരണം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി എന്റെ പദവിയാണ്, എന്റെ അടുത്തിരിക്കാനല്ലേ ചോദിച്ചത്, വേറൊന്നും ചോദിക്കാനില്ലേ? കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടത് നമ്മളോടൊരാൾ ചോദിക്കുമ്പോൾ നിനക്ക് വേറൊന്നും ചോദിക്കാൻ കണ്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ പറയും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ ചോദിച്ചു അവഗൈറ ദാലിക യാ റബീഅ, വേറൊന്നും പറയാനില്ല അല്ലേ, എനിക്കിത് മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാൽ ഫയൽ ഓഫീസിൽ നൽകിക്കോളൂ എന്ന് പറയും പോലെ ഐനി അലാ ദാലിക ബികസറത്തി സുജൂദ്, കാര്യം പാസ്സായിട്ടുണ്ട്. ഏത് കാര്യം പാസ്സായാലും അതിനൊരു നടപടിക്രമമുണ്ടാകും. ഒരാൾ മന്ത്രിയോട് പറഞ്ഞു എനിക്കൊരു പോസ്റ്റ് വേണം, അംഗീകരിച്ചാൽ മന്ത്രി പറയും എന്നാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ കൊണ്ടുവന്നു കൊടുത്തോ, അല്ലെങ്കിൽ നാളെ ഓഫീസിലെത്തിക്കോ, അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്നയാളെ കണ്ടോ. അതൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമം എന്ന നിലയിൽ പറഞ്ഞു ഐനി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, അതിനൊരു നടപടിക്രമമുണ്ട് റബീഅ, നിങ്ങൾ സുജൂദ് അധികരിപ്പിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്മാനം നൽകുകയാണ്.
അപ്പോൾ മഹാന്മാരായ സ്വഹാബികൾക്ക് മുഴുവനും ഈ ലോകത്ത് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കാളും നാളെ ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുതായി അവർ കണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പമാണ്, ഇഷ്ടമാണ്, സ്വാധീനമാണ്. മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളുടെയും കൽബിന്റെ ഉള്ളിൽ നിന്ന് ശരിയായ ഒരു മഹബ്ബത്ത് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഇനി നമ്മൾ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു ലക്ഷ്യമായി അത് കണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അസ്സലാ. നിരന്തരമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. സ്വലാത്ത് മുടങ്ങുന്ന ഒരു ദിവസവും ഉണ്ടാവരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് സ്വലാത്ത് ഒരു മധുരമായി അനുഭവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ഒരു ആവേശമാണ്, ഒരു മധുരമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞതാണ് സല്ലു അലൈഹി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. കാരണം അമ്മസ്സലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആസാമു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ്, എവിടെയും ജയിക്കാനുള്ള വഴിയാണ്. മഹാനായ ഇമാമെ അഹ്ലുസുന്ന അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജീവിതത്തിൽ ഏറ്റവും രസമുള്ളതായി കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തു സലാമുകളാണ്. അവിടുത്തെ സലാമേ റസാ എന്ന് പറയുന്ന കവിത മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവത്തിനും സലാം, ഓരോ അവസ്ഥയ്ക്കും സലാം. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് വന്നിട്ട് പറയുകയാണ്, ജിസ് തറഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. ഓ ഹബീബായ തങ്ങളെ, തങ്ങൾ ഒരു സ്ഥലത്തേക്ക് നോക്കിയാൽ ആ സ്ഥലം അനുഗ്രഹീതമായി മാറി. അവിടുത്തെ തിരുനോട്ടത്തിന് ലക്ഷം സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ നേത്രങ്ങൾക്ക് ലക്ഷം സലാം. അവിടുത്തെ തിരുനോട്ടത്തിന് ലക്ഷം സലാം. ഒരാളെ നോക്കിയപ്പോഴേക്ക് ആ നോക്കിയ ആൾ അഥവാ നോട്ടം ലഭിച്ചയാൾ ജയിച്ചുപോയി, ഹിദായത്ത് കിട്ടിപ്പോയി. ഒരു നോട്ടം കൊണ്ട് ജയിച്ച എത്ര ആളുകളാണ്? ആ നോട്ടത്തിന് ലക്ഷം സലാം. അല്ലയോ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുന്ന് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയില്ലേ? ആ മിഅ്റാജിന്റെ ഉന്നതമായ രാത്രിയിൽ ആകാശമണ്ഡലങ്ങൾ കടന്നുപോയില്ലേ? ആ കടന്നുപോയ തിരുപാദങ്ങൾക്ക് ലക്ഷം സലാം. അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ പുരികത്തിന് ലക്ഷം സലാം.
ഇമകൾക്ക് ലക്ഷം സലാം, അവിടുത്തെ ഇരുത്തത്തിന് ലക്ഷം സലാം, അവിടുത്തെ നടത്തത്തിന് ലക്ഷം സലാം, അങ്ങനെ ലക്ഷോപലക്ഷം സലാം, ലാഖോ സലാം. മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവസ്ഥയ്ക്കും ഓരോ അവയവത്തിനും ലക്ഷോപലക്ഷം സലാം പറഞ്ഞു. അവസാനം മഹാനവറുകൾ ഈ ലോകത്തോട് വഫാത്താകുമ്പോൾ മഹാനവറുകളുടെ മറ്റൊരു കവിതയുണ്ട്, കറോറോ ദുറൂദ്, കോടിക്കണക്കിന് സ്വലാത്തുകൾ എന്ന് പറയുന്ന കവിതയുണ്ട്. അവിടുത്തെ ഹദായിഖെ ബഖ്ശിഷ് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്, പ്രകീർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ പിറ്റേന്ന് ഒരു മറുപടി ഒരു ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഉംനു വൽ ഉലാ ലിനാഇത്തിൽ മുസ്തഫ ബിദാഫിഇൽ ബലാ. ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ദാഫിഉൽ ബലാ എന്ന് പ്രയോഗിക്കാൻ പറ്റുമോ? മഹാനവറുകൾ അടുത്ത ദിവസം ഒരു കിതാബ് എഴുതി കൊടുത്തു. ആ കിതാബ് അറബിയിലും ഉണ്ട്, അൽ അംനു വൽ ഉലാ ലിനാഇത്തിൽ മുസ്തഫ ബിദാഫിഇൽ ബലാ എന്നാണ് ആ കിതാബിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ടോ? മഹാനവറുകൾ സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ ഇവിടെ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഹറമൈനിയിലുള്ള പണ്ഡിതന്മാർക്കൊരു ചോദ്യം അയച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ട്, മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായി ഉലമാഉൽ ഹറമൈനിയുടെ ഉത്തരം എന്താണ്? അന്ന് ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ തങ്ങളുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ. അതുപോലെയുള്ള വലിയ മഹത്തുക്കൾ നേരിട്ട് അറിവ് പഠിച്ചവരും അവർക്കറിയാം ആരാണ് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളെന്ന്. അവർ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ഈ ചോദ്യം കൊടുത്തു, നിങ്ങളുടെ നാട്ടിലെ ആളുകൾ ഇങ്ങോട്ടയച്ച ഒരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുന്നയിച്ച ചോദ്യമാണ്. അതിന് മറുപടി നിങ്ങൾ തന്നെ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ രണ്ട് കൈയിലും പേന എടുത്തു എന്നാണ്. എന്നിട്ട് മഹാനവറുകൾ എഴുതി 8 മണിക്കൂർ കൊണ്ടൊരു ഗ്രന്ഥം, അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ എന്നാണ് ആ കിതാബ്. ആ കിതാബിൽ 1-2 സ്ഥലങ്ങളിൽ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാം. അഥവാ ഓർമ്മയിൽ നിന്ന് ഹദീസ് എഴുതുകയാണല്ലോ, അപ്പോൾ വാചകങ്ങൾ കൃത്യമാണോ എന്ന് ആശങ്കയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ ഔ കമാ ഖാല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് മഹാനവറുകൾ നാട്ടിൽ വന്നു, കിതാബുകൾ എടുത്തു വെച്ച് പരിശോധിച്ചിട്ട് അതിനൊരു ഹാഷിയ എഴുതി, ഒരു വ്യാഖ്യാനം എഴുതിയപ്പോൾ ആ ഔക്കമാക്കാല എന്ന് എഴുതിയ സ്ഥലങ്ങളിലൊക്കെ അതേ വാചകത്തിലും നിവേദനമുണ്ട്, വ്യത്യസ്ത വാചകങ്ങളിലും നിവേദനമുണ്ട് എന്ന് വിശദമായി ബഹുമാനപ്പെട്ടവർ അതിന്റെ അടിക്കുറിപ്പിൽ പിന്നീട് എഴുതുകയുണ്ടായി. ബഹുമാനപ്പെട്ടവർ അതിന്റെ ആമുഖത്തിൽ എഴുതി, ഈ കിതാബ് ഞാൻ എഴുതുന്നത് ലിസ്സായിലിൽ മുരീദ്, സദുദ്ദേശത്തോടെ ചോദ്യം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയാണ്. വൽ ജാഹിദിൽ അനീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബില്ല എന്ന് നിരാകരിക്കുന്ന ആളുകൾക്കും ഉള്ള മറുപടിയാണ്. രണ്ടർത്ഥത്തിനുമുള്ള അത്ഭുതകരമായ മറുപടിയാണ്. അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ എന്ന ഗ്രന്ഥം ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഏത് വിഷയം വന്നാലും
ആധികാരികമായി എഴുതിയിരുന്ന മഹാനവറുകൾ 700-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ രചനകളുള്ള പണ്ഡിതൻ എന്നാണ് മഹാനവറുകൾ പറയപ്പെടുന്നത്. മഹാനവറുകൾ വഫാത്തായ ദിവസം ഫലസ്തീനിലുള്ള ഒരു പണ്ഡിതൻ സ്വപ്നം കാണുകയാണ്. അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനൊപ്പം ഒരാളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. ചോദിച്ചു, ആരെ കാത്തു നിൽക്കുകയാണ്? അപ്പോൾ പറഞ്ഞു, ഇന്ത്യയിലെ ബറേലി ഷരീഫിലുള്ള അഹമ്മദ് റിളാ ഖാൻ എന്നയാളെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് തറച്ചു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ വീട്ടിലെത്തി. അന്വേഷിച്ചു നോക്കിയപ്പോൾ സഫർ 24 അഥവാ ഈ മാസം 24-നാണ് മഹാനവറുകളുടെ വഫാത്ത്. ആ വഫാത്തായ സമയത്തു തന്നെയാണ് മഹാനവറുകൾ ഈ സ്വപ്ന ദർശനം അനുഭവിച്ചത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ആത്മീയ സന്തോഷം നേടിയ ഉന്നതന്മാരെ ഓർക്കുന്ന സമയമാണ്. ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവർകൾ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ആത്മീയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു ഔദാര്യം കൊണ്ട് സ്വീകരിക്കട്ടെ.